ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ മൊബൈലിലുള്ള സെറ്റിങ്സ് ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാം. ചില ഫോണിലെ അക്കൗണ്ട്സ്, ചില ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഗൂഗിൾ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ജിമെയിൽ ഐ ഡി, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജിമെയിൽ അക്കൗണ്ടിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ജിമെയിൽ ഐ ഡി ആണോ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന മാനേജർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ ഹോം, പേഴ്സണൽ ഇൻഫോ, ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ 3-4 ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമതായിട്ടുള്ള പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ പേര് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും നമ്മളിവിടെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേനും പിന്നെ നമുക്ക് ജിമെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ നെയിം ഇവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ജിമെയിൽ അക്കൗണ്ടിൻ്റെ നെയിം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലെ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.